Hi friends, welcome to my channel. In this review, I will Dell G5 series i5 10th gen laptop. If you like this channel, channel subscribe and support the bell icon enable videos notification. Now, video. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഡെല്ലിൻ്റെ ഇൻസൈഡ് ആയാലും ഔട്ട്സൈഡ് ആയാലും യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സ്ട്രോങ് ABS മെറ്റീരിയലിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡെല്ലിൻ്റെ ബിൽഡ് ക്വാളിറ്റി നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമാണ്. കീബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്ലൂ ലൈറ്റോട് കൂടിയ വളരെ ടൈപ്പിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കീബോർഡാണ് വരുന്നത്. പ്ലസ് ന്യൂമറിക് കീയും കൂടി അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഡിസ്പ്ലേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ HD IPS ലെവലിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ലഭിക്കുന്ന നല്ല രീതിയിലുള്ളൊരു മികച്ച ഡിസ്പ്ലേ തന്നെയാണ് ഡെൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഡെൽ G5 ലാപ്ടോപ്പിൻ്റെ ഹിഞ്ച് വരുന്നത് സെൻറ്ററിലായിട്ടാണ്. അതിന് തൊട്ട് താഴെ തന്നെ ഫിംഗർ പ്രിൻറ്റ് റീഡർ പ്ലസ് പവർ ബട്ടണും കൂടി ആയിട്ടാണ് വരുന്നത്. വളരെ സ്ട്രോങ് ഹിഞ്ചാണ്. ഇതുവരെ നമുക്ക് ഹിഞ്ച് കംപ്ലയിൻറ്റ്സ് ഒന്നും ഈ മോഡലിൽ കേട്ടിട്ടില്ല. ഈ ലാപ്ടോപ്പിൻ്റെ സ്പീക്കർ വരുന്നത് താഴെയായിട്ടാണ്. വേവ് മാക്സ് ഓഡിയോ സോഫ്റ്റ്വെയർ ആണ് ഇതിന് സൗണ്ട് സിസ്റ്റത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. മികച്ചൊരു സൗണ്ട് ക്വാളിറ്റിയാണ് നമുക്ക് ഈ ലാപ്ടോപ്പിൽ ലഭിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ലാപ്ടോപ്പിൻ്റെ എക്സോസ്റ്റ് ഇൻ വരുന്നത്. ഡ്യുവൽ ഫാനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഫാനേക്കാൾ ബ്ലേഡ്സ് കൂടിയ എക്സോസ്റ്റ് ഫാനാണ് ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ലാപ്ടോപ്പിൻ്റെ പുറകു ഭാഗത്തായിട്ടാണ് എക്സോസ്റ്റ് ഔട്ട് വരുന്നത്. മികച്ച രീതിയിലുള്ള എക്സോസ്റ്റ് ഔട്ട് ലാപ്ടോപ്പിന് നല്ലൊരു കൂളിംഗ് ലഭ്യമാക്കുന്നു. ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന ക്യാമറ HD ക്യാമറയാണ്. മികച്ച ഒരു വിഷ്വൽ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ലഭിക്കുന്നത്. ലാപ്ടോപ്പിൽ വരുന്ന ടച്ച് പാഡ് മൾട്ടി ഗസ്റ്ററോടുകൂടിയുള്ള പ്രെസിഷൻ ടച്ച് പാഡാണ് വരുന്നത്. മികച്ച രീതിയിലുള്ളതാണിത്. ബ്ലൂ ലൈറ്റ് പിന്നോടുകൂടിയ 130 വാട്ട്സ് പവർ അഡാപ്റ്ററാണ് നമ്മൾ ഈ ലാപ്ടോപ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ബാറ്ററി ബാക്കപ്പ് നിയർ ഒരു 4 to 5 hours നമുക്ക് ലഭിക്കുന്നുണ്ട്. മികച്ച രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ലാപ്ടോപ്പ് തരുന്നത്. ലാപ്ടോപ്പിൻ്റെ ഇൻറ്റേർണൽ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 10th gen Core i5 പ്രോസസ്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 10300H ആണ് പ്രോസസ്സർ നമ്പർ. 8MB ക്യാഷ് മെമ്മറിയും 4.5 GHz അപ് ടു ക്ലോക്ക് സ്പീഡുമാണ് ഉള്ളത്. ഗ്രാഫിക്സ് യൂസ് ചെയ്തിരിക്കുന്നത് NVIDIA GeForce GTX 1650 Ti 4GB DDR6 ഗ്രാഫിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. SSDയെ കുറിച്ച് പറയുകയാണെങ്കിൽ 512GB M.2 PCIe NVMe സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പവർഫുള്ളും സ്പീഡ് കൂടിയതുമായിട്ടുള്ള പ്രോസസ്സറാണിത്. റാം വരുന്നത് DDR4 റാമാണ്. അത് 8GB ആണ് വരുന്നത്. അത് 2 സ്ലോട്ടുകളിലായിട്ട് 4x4 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ സ്ലോട്ടിൽ നിന്ന് ഊരിയതിന് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ഈ ലാപ്ടോപ്പിൽ ഒറിജിനൽ വിൻഡോസ് 10 ഹോം വേർഷൻ പ്ലസ് MS ഓഫീസും വരുന്നുണ്ട്. ലാപ്ടോപ്പിൻ്റെ കണക്ടിവിറ്റീസ് വരുന്നത് റൈറ്റ് സൈഡിൽ ഒരു SD കാർഡ് സ്ലോട്ടും പിന്നെ ഒരു ഹെഡ്ഫോൺ ജാക്കും 2 USB 3.0യുമാണ് വരുന്നത്. ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് ഒരു പവർ അഡാപ്റ്റർ, HDMI, ഒരു USB 3.0, ലാൻ പോർട്ട്, ടൈപ്പ് C സപ്പോർട്ട് തുടങ്ങിയ ഫീച്ചേഴ്സാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് ആ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.